ഇതന്നെ കാസർഗോഡ്. ഇങ്ങ് പടുക്കോട്ടുള്ള കാസർഗോഡ്. ഓറഞ്ചോറല്ല പറയും സപ്തഭാഷ സംഗമഭൂമിന്ന്. ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ ജുബൈറും കൂട്ടുകാരും ലഹരിക്കെതിരെയുള്ള സന്ദേശമെന്ന നിലയിലാണ് ഹ്രസ്വചിത്ര നിർമ്മാണത്തിനൊരുങ്ങിയത്. കാസർകോട്ടെ കാര്യം പറയുമ്പോൾ കാസർകോടൻ ഭാഷ വേണമെന്ന് നിശ്ചയിച്ചു. വേനലിൽ ഉപ്പുവെള്ളം കുടിക്കേണ്ട ഒരു നാടിന്റെ ഗതികേടും ആശുപത്രി സൗകര്യങ്ങൾക്കായി ഇന്നും മംഗലാപുരത്തേക്ക് പോകേണ്ട ദുരവസ്ഥയും തകർന്നു കിടക്കുന്ന റോഡുകളും ശാപമായി മാറിയ വർഗീയതയും പറയണമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഉപയോഗിച്ചാലയും ഗോവിന്ദട്ടന്റെ നാടെന്ന്, കന്നഡയും ഉറുദും തുളും ബിഹാരിയും മലയാളം മുണ്ടുന്ന മനുഷ്യന്മാരുള്ള നാടെന്ന് പറഞ്ഞിട്ട് എന്ത് കോണം? വേനൽക്കാലം ആയെങ്കിൽ ഉപ്പിന്റെ തണ്ണിയല്ലാതെ കുടിക്കാൻ കിട്ടല. പൊടിമുള്ള മഞ്ഞാക്കിയ കടക്കിലെ വെള്ളവും മോട് വെള്ളവും ഉണ്ട്. എന്താക്കാന്? തീനം വന്നെങ്കിൽ പായണം മംഗലാപുരത്തേക്ക് ഡോക്ടറിനെ കാണിക്കാന്. ആരെങ്കിലും ഓടിയും റോൾസ് റേസും എടുത്തെങ്കിൽ വരെ പേപ്പറിലിരുന്ന നാട്. എന്താക്കാന്? റോഡ് ഏതൊന്നും കൊളയേതൊന്നും അറിയല. മാലിക് ദിനാർ പള്ളിയും അനന്തപുരം അമ്പലവും ഉണ്ട്. പറഞ്ഞിട്ട് എന്ത് കാണോ? മനുഷ്യന്മാർ നമ്പിക്കയില്ലാത്ത നാട് എന്ന്. പറ്റ വർഗീയം തന്നെ, വർഗീയം. ഇതെല്ലാം പോരായിട്ട് പുതിയ മുസീബത്തും വന്നിനി. അലാഖിന്റെ മുസീബത്ത്. ആരോട് ചെല്ലാൻ? എന്തെന്ന് ചെല്ലാൻ? അധികാരികളോടാണ് ചെല്ലേണ്ടത്. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ ആരോടാണ് നമ്മൾ ചെല്ലേണ്ടത്? സൗകര്യങ്ങളില്ലാത്ത ജനറൽ ആശുപത്രി, ജീവനക്കാരില്ലാത്ത സർക്കാർ ഓഫീസുകൾ, ക്രമസമാധാന പ്രശ്നം മൂലം സെക്കൻഡ് ഷോ കളിക്കാത്ത തിയേറ്ററുകൾ, എൻഡോസൾഫാൻ വികലമാക്കിയ മനുഷ്യജീവിതങ്ങൾ. കയ്യൂരും ചീമേനിയും കരിന്തളവും എല്ലാം ഉണ്ട്. തെയ്യവും അലാമിക്കളി എല്ലാം നമ്മൾ തന്നെ. പക്ഷെ പറയാൻ എന്തുണ്ട് ചോദിച്ചെന്തുമില്ല. പൂച്ചയായിട്ട് എടുക്കുന്ന ജനറൽ ആശുപത്രിയും ആളില്ലാത്ത സർക്കാർ ഓഫീസും സെക്കൻഡ് ഷോ കളിക്കാത്ത തിയേറ്ററും പിന്നെ ഓലം തിരിഞ്ഞുപോയ കുറേ മനുഷ്യന്മാരും. പറ്റെൻഡോ സൽഫാനല്ലേ. ഇതെല്ലാം പോരാ ഇപ്പോൾ പുതിയൊരു മുസീബത്ത്, അലാഖിന്റെ മുസീബത്ത്. ഈ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും മീതെയാണ് സ്കൂൾ കുട്ടികളെ പോലും കീഴടക്കുന്ന ലഹരി. അതിനെതിരെയാണ് ഈ കൂട്ടായ്മയുടെ സർഗാത്മക പ്രതിരോധം. അതിനെ നീലപ്പുല്ലോന്ന് ഇടുക്കിത്തെ പൊന്നെന്ന് പറയും. പുള്ള പീടിന്റെ ഉള്ളിലും സിഗരറ്റിന്റെ ഉള്ളിലും വെച്ചിത് വലിക്കും. മണം കിട്ടാണ്ടിരിക്കാനും ബബിൾ ഗം ചേക്കും. ഇപ്പൊ തിരിഞ്ഞ പല കുട്ടികളും കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ചില ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഒന്ന് കാസർഗോഡിന് ഇടിച്ച് താഴ്ത്തുന്നതാണ് ഈ റാപ്പ് ആൽബം എന്ന് പറഞ്ഞത്. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പറയേണ്ടതില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പം അങ്ങനത്തെ റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ റെസ്പോൺസ് കിട്ടിയതും യുവത്തിൽ നിന്ന് തന്നെയാണ്. എന്താക്കാന്? പുള്ളോളെ ബെൽച്ചിട്ട് മരിക്കുന്നിപ്പ. പേപ്പർ അറിയേതിയാൻ എന്നെ ഇതൊന്നും ചെയ്യുന്നു. നാട്ടുകാർ 6 മണിയാകുമ്പോ പോരയിലും കൂടുന്നു. ബെൽക്കണ്ടെന്ന് പറഞ്ഞ ഉസ്താനോട് കുൽമാലാക്കിനല്ലോ. വഴക്കരത്തും കടുപ്പുറത്തും ആളില്ലാത്ത ബിൽഡിങ്ങിലും പീടിയന്റെ ബാക്കിലും പുള്ള ബെൽച്ചിട്ട് മരിക്കുന്നത്. ആരോട് ചെല്ലാൻ, എന്തെന്ന് ചെല്ലാൻ? മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.